ട്രാൻസ്ഫോമർ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല ഇവിടെ. നമ്മൾ ഓൺ വെച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ. നമുക്ക് അത്രയ്ക്ക് പവർ കൺസപ്ഷൻ ഉണ്ടല്ലോ. ഈ പുറത്തെ ഫൗണ്ടനും ബാക്കിലത്തെ ഫൗണ്ടനും എല്ലാം അങ്ങനെയാണ്. എല്ലാം അങ്ങനെയാണ്. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ കോർണറിൽ നിന്ന്, ഞാൻ ഏത് കോർണറിൽ നിന്ന് എങ്ങനെ തുടങ്ങുന്നത് ആലോചിക്കാണ്. ഈ കോർണറിൽ തുടങ്ങുന്നത് നമ്മൾ സാധാരണ ഇതിങ്ങനെ ഹാങ് ചെയ്തൊക്കെ കണ്ടിട്ടുണ്ട്. സോ ഇത് ഇവിടെ മുതൽ നമുക്ക് തുടങ്ങാം. സ്പെഷ്യാലിറ്റി എന്തായാലും ഹാൻഡ് പിക്ക് ചെയ്ത് നിങ്ങൾ ചൂസ് ചെയ്തെടുത്തതാണോ അതോ ഇത് കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് അതിന് ആർക്കിടെക്ട് അങ്ങനെ സജസ്റ്റ് ചെയ്തതാണോ? ആക്ച്വലി ഞങ്ങൾ ഈ വീട് പണിയാൻ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ജോഡ്സൺ അസോസിയേറ്റ്സിനെയാണ് കോണ്ടാക്ട് ചെയ്തത്. ജോഡ്സൺ, അതിന്റെ ഡിസൈനർ ജോഡ്സൺ ആണ്. ജോഡ്സൺ ഓൾറെഡി നമുക്കിത് ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെ വേണമെന്നുള്ളത്. ഇതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചറും ഇന്റീരിയറും ഒക്കെ ജോഡ്സൺ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഇന്റീരിയർ ജോഡ്സൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കാണുന്ന സാധനങ്ങളൊക്കെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയുള്ള കൂട്ടായ, മീൻസ് രണ്ടുപേരുടെ മാത്രമല്ല മക്കളുടെയും കൂടെ കോൺട്രിബ്യൂഷൻ ഇതിനകത്തുണ്ട്. ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി ഞങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട പല സാധനങ്ങളും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒത്തിരി അന്ന് കഷ്ടപ്പെട്ടപ്പോ ഞങ്ങൾക്ക് ഭയങ്കര വയ്യാഴി തോന്നി. ഇത്ര ആവശ്യം ഉണ്ടായിരുന്നൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോ ഉണ്ടല്ലോ, ഞങ്ങളുടെ ആ കഷ്ടപ്പാടൊക്കെ ഞങ്ങൾ മറന്നുപോയി. ആക്ച്വലി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം, ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നി. നമ്മളിതെല്ലാം ഉണ്ടാക്കിയത് കൊണ്ടായിപ്പോഴാ നമുക്കിത് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നല്ലോ. ഹോം എന്ന് പറയുന്ന കൺസെപ്റ്റ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ നമുക്ക് അവിടെ തുടങ്ങാം. ഇത് ഒരു ഷാൻഗ്ലിയർ ടൈപ്പ് ഓഫ് ഒരു സാധനമല്ലേ? ഈ കിടക്കുന്ന ഷാൻലിയറുമായിട്ട് എല്ലാം മാച്ച് ആയിട്ട് പോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാം. കളർ പാറ്റേൺ നമ്മളിത് മെയിൻ ഫോക്കസ് ചെയ്യുന്ന ഗോൾഡ് ആൻഡ് വൈറ്റ് ആണ്. മോസ്റ്റ്ലി എല്ലാം ഗോൾഡ് ആൻഡ് വൈറ്റ് തന്നെ നമ്മൾ കൊടുക്കുന്നത്. തന്നെയല്ല, നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടെ ഒരുമിച്ചൊക്കെ ഡിസൈൻ ചെയ്ത് വന്നാണ്. ഒരിക്കലും അല്ല. ഈ കേർട്ടൻസ് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾ എന്താ പറയുന്നത്, വീഡിയോ കോളിൽ ജസ്റ്റ് അവര് ഞങ്ങളെ കാണിച്ചു കേർട്ടൻസ്. ഓക്കെ, നല്ലതാണെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അതിന് മുമ്പേ ഈ സാധനം ഇവിടെ എത്തിക്കഴിഞ്ഞായിരുന്നു. പക്ഷെ എന്തോ ഒരു ദൈവ കൃപ എന്ന് പറഞ്ഞാൽ മതി, ഇതെല്ലാം കൂടെ വന്നപ്പോ നല്ല ഭംഗിയായി. ആക്ച്വലി ഇതിപ്പോ ഭയങ്കര ഒരു കോമ്പിനേഷൻ ആണ്. ഇത് ഗോൾഡും വൈറ്റ് എന്ന് പറയണ പോലെ മാത്രമല്ല, ഗോൾഡ്, വൈറ്റ് ആൻഡ് സിൽവറും ഉണ്ട് ഈ പാറ്റേണിൽ കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ചെയർസിനും ആ ഒരു സിൽവർ പാറ്റേണും എല്ലാം വന്നിട്ടുണ്ട്. ഫ്ലോർ ആണെങ്കിലും എല്ലാം. ഫ്ലോർ എന്താണ്? ഇറ്റാലിയൻ മാർബിൾ ആണ്. ഓക്കെ, എല്ലാം ഇങ്ങനെ കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻ ഓൾറെഡി ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ജോഡ്സൺ അത് ചെയ്ത സമയത്താണ് നമ്മളുടെ മോസ്റ്റ്ലി തീം എന്ന് പറയുന്നത് ഗോൾഡ് ആൻഡ് വൈറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഫർണിച്ചർ ഒക്കെ എടുത്ത സമയത്ത് മീൻസ് എല്ലാം ചൂസ് ചെയ്ത് നമ്മൾ അതിനെ നോക്കിയിട്ട് മാത്രമാണ് എല്ലാം ചൂസ് ചെയ്തത് തന്നെ. ഓക്കെ, എനിക്കിതാ ഈ ഫാൻ ആക്ച്വലി ഈ ഫാന് ആദ്യം ഇതല്ലായിരുന്നു ഞങ്ങൾ വെച്ചിരുന്നത്. ഈ ഫാൻ എവിടെ നിന്നാണ്? ഇപ്പൊ ഈയിടെയും ആരോ വന്നിട്ട്